Hi friends, it's me Priya Hariprasad. Once again, welcome back. Welcome to the world of economics. Welcome to my channel. Hope that you all are fine, safe and happy. ഇന്ന് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പ്രൈസ് ലീഡർഷിപ്പ് അണ്ടർ ഒലിഗോപ്പൊളി മാർക്കറ്റ് ഫോമിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണെന്ന് പറയുന്നത് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒലിഗോപ്പൊളി എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത്. പക്ഷേ ഒരു ഡിഫറെന്റ് ടോപ്പിക് ആയിട്ട് എന്നോട് മാം ചെയ്യാവോ എന്ന് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ദാറ്റ്സ് മൈ പ്ലഷർ ഓൾസോ. ഇത് ശരിക്കും ഡിഗ്രി ലെവൽ സ്റ്റുഡൻസിന് BA BCom BBA BBM സ്റ്റുഡൻസിനും അതുപോലെ MBA സ്റ്റുഡൻസിനടക്കം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ എടുക്കുന്നതും. ഓക്കെ ദെൻ, അപ്പം ഇതേപോലെ നിങ്ങൾക്കും എന്ത് ആവശ്യമുണ്ടെങ്കിൽ, എക്കണോമിക്സിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, തിയറീസ് ആവശ്യമുണ്ടെങ്കിൽ ലെറ്റ് മീ നോ. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. മാക്സിമം എൻ്റെ എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ട്രൈ ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കും. ഓക്കെ ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗദർ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. എന്താണ് പ്രൈസ് ലീഡർഷിപ്പ്? വില മേധാവിത്വം. അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു ലീഡർഷിപ്പ് ഉണ്ട്, അവിടെ മേധാവിത്വം ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഒലിഗോപ്പൊളി മാർക്കറ്റിൽ ഫ്യൂ ഫേംസ് ആണ് അല്ലെ, ഫ്യൂ ഫേംസ് ആണ്. അങ്ങനെ കുറച്ച് ഫേംസ് ഉള്ള ഒരു മാർക്കറ്റ് ആയിരിക്കണം പ്രൈസ് ലീഡർഷിപ്പിന് എന്ന ഫീച്ചർ ഉണ്ടാവണമെങ്കിൽ. ഓക്കെ, ആ മാർക്കറ്റിൽ വിൽക്കുന്ന പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കണം? ഹോമോജീനിയസ് ആയിരിക്കണം. അത് മസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് സിമെന്റ് അങ്ങനെയുള്ള ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കണം ഈ ഒലിഗോപ്പൊളി മാർക്കറ്റിൽ ഏത് ഫീച്ചർ ഉണ്ടാവണമെങ്കിൽ പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ ഫ്യൂ ഫേംസ് തമ്മിൽ ഒരു എഗ്രിമെന്റിൽ അറൈവ് ചെയ്യും. എന്നിട്ട് അതിനകത്ത് ഒരു ഫേം ആരായിരിക്കണം? വൺ ഫേം വിൽ ബി ദ ലീഡർ ഫേം ആയിരിക്കും. ആ ലീഡർ ഫേം ഫിക്സസ് പ്രൈസ് ആര് ഫിക്സ് ചെയ്യും? ലീഡർ ഫേം. Other firms has to follow the price fixed by the leader firm. ഈ ലീഡർ ഫേം ഫിക്സ് ചെയ്ത പ്രൈസ് മറ്റുള്ള ഫേംസ് എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അങ്ങനെ ഒരു എഗ്രിമെന്റ്, ആ എഗ്രിമെന്റ് മിക്കവാറും ഫോർമൽ ആയിട്ടുള്ള എഗ്രിമെന്റ് തന്നെ ആയിരിക്കും. മനസ്സിലായോ? ഫോർമൽ ആയിട്ടുള്ള എഗ്രിമെന്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഒലിഗോപ്പൊളിയിൽ ഫ്യൂ ഫേംസ് ഉണ്ടാവും. ഒരു ഇൻഡസ്ട്രിയിൽ ഏതാണോ ഇൻഡസ്ട്രി അതിനകത്ത് ഒരു ഫേം ആരായിരിക്കും? ലീഡർ ഫേം ആയിരിക്കും. ആ ലീഡർ ഫേം എന്ത് ഫിക്സ് ചെയ്യും? പ്രൈസ് ഫിക്സ് ചെയ്യും. അത് മറ്റുള്ള ഫേംസ് എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഔട്ട്പുട്ടും സെറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ആ ലീഡർ ഫേമിനുണ്ട്. ഈ ഒരു പ്രോസസ്, ഈ ഒരു ഇതിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് ഹോമോജിനിയസ് ആയിരിക്കണം, ഫ്യൂ സെല്ലേഴ്സ് ആയിരിക്കണം. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പറഞ്ഞുതരാം. ഒരു ബേസ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നോക്കിക്കോളൂ. Price leadership takes place when there is only one dominant organization in the industry which sets the price and others follow it. പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ഓർഗനൈസേഷൻ ഡോമിനന്റ് ആയിരിക്കും അല്ലെ, ഡോമിനന്റ് ഓർഗനൈസേഷൻ ആയിരിക്കും അല്ലെ, അധികാരമുള്ള ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ പ്രൈസ് ഫിക്സ് ചെയ്യും. അത് ആര് ഫോളോ ചെയ്യും? മറ്റുള്ള ഫേംസ് ഫോളോ ചെയ്യും. അതാണ് പ്രൈസ് ലീഡർഷിപ്പിൽ വരുന്ന കാര്യം. ഓക്കെ, എന്താണ്? പ്രൈസ് ലീഡർഷിപ്പ് ടേക്സ് പ്ലേസ് വെൻ ദർ ഈസ് ഓൺലി വൺ ഡോമിനന്റ് ഓർഗനൈസേഷൻ. ഒരേ ഒരു ഡോമിനന്റ് ഓർഗനൈസേഷനെ ഉണ്ടാവുള്ളൂ ആ ഇൻഡസ്ട്രിയിൽ, ഇൻ ദ ഇൻഡസ്ട്രി. ദെൻ വിച്ച് സെറ്റ്സ് ദ പ്രൈസ് ആൻഡ് അതേഴ്സ് ഫോളോ ഇറ്റ്. ആ ഡോമിനന്റ് ഓർഗനൈസേഷൻ പ്രൈസ് സെറ്റ് ചെയ്യും, മറ്റുള്ളവർ എന്ത് ചെയ്യണം? അത് ഫോളോ ചെയ്യണം. മനസ്സിലായോ? ഈ ഡോമിനന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ആരായിരിക്കും എന്നറിയാവോ? മാർക്കറ്റിൽ കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ളത്, കൂടുതൽ പ്രോഡക്റ്റ് വിൽക്കുന്നതായിരിക്കും. നേരത്തെ മാർക്കറ്റിൽ ഇൻഡസ്ട്രിയിൽ എൻട്രി ചെയ്ത ഫേം ആയിരിക്കും. മനസ്സിലായോ? നേരത്തെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഫേം ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെ പ്രത്യേകതകളുണ്ട് കേട്ടോ ഡോമിനന്റ് ലീഡർ എന്ന് പറയാൻ. അങ്ങനെയുള്ള ആളായിരിക്കും ഡോമിനന്റ് ലീഡർ ആയിരിക്കുന്നത്. ഒരു മൊണോപ്പൊളി പവറും കൂടെ അവിടെ ഉണ്ട്. മനസ്സിലായോ? ഒരു കുത്തകയുണ്ട് ഈ ഡോമിനന്റ് ലീഡർക്ക്. ഓക്കെ, നോക്കിക്കോളൂ. ലെറ്റ്സ് ചെക്ക് ഇറ്റ്. ലീഡർഷിപ്പ് റോൾ ഉണ്ട്. ആർക്കുണ്ട്? ഈ ഡോമിനന്റ് ഓർഗനൈസേഷൻ ഒരു ലീഡർഷിപ്പ് റോൾ ഉണ്ട്. നമുക്കറിയാലോ ക്ലാസ്സിലെ ലീഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എല്ലാവരെയും നയിക്കുന്ന ഒരു റോൾ ഉണ്ട്. ദെൻ അത് എന്തൊക്കെ കൊണ്ടാണ് അവർക്ക് കൊടുക്കുന്നത്? ആ ഡോമിനന്റ് ലീഡർഷിപ്പ് നമ്മൾ വെറുതെ അങ്ങോട്ട് ഒരാൾക്ക് ലീഡർ എന്ന് പറഞ്ഞ് കൊടുക്കില്ലല്ലോ അല്ലേ? അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, ആവശ്യമുണ്ട്. എന്തൊക്കെയാന്ന് നോക്കിക്കോളൂ. ലാർജ് സൈസ് ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും അല്ലെ, ആ ഓർഗനൈസേഷൻ ആയിരിക്കും തമ്മിൽ ഏതായിരിക്കും? ലാർജ് ആയിരിക്കുന്നത്. മനസ്സിലായോ? ലാർജ് സൈസ് ഓഫ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഷെയർ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഇവരുടെ പ്രൊഡക്റ്റ് ആയിരിക്കും കൂടുതൽ പോകുന്നത്. ആണല്ലോ? ഓക്കെ, ദെൻ ലാർജ് എക്കോണമീസ് ഓഫ് സ്കെയിൽ ഉണ്ടാവും. ആ ഫേം ലാർജ് സൈസ് ആയതുകൊണ്ട് തന്നെ എക്കോണമീസ് ഓഫ് സ്കെയിൽ, അഡ്വാൻറ്റേജസും ലാർജ് ഉണ്ടാവും. എന്താണ് എക്കോണമീസ് ഓഫ് സ്കെയിലും ഡിസ് എക്കോണമീസ് ഓഫ് സ്കെയിലും? അത് ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്.
സെർച്ച് ചെയ്ത് പഠിക്കുക കേട്ടോ. അതും ഇങ്ങനെ ഒരു എസ്സേ ആയിട്ടൊക്കെ വരുന്നതാണ്. എക്കോണമീസ് ഓഫ് സ്കെയിൽ ആൻഡ് ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ ബൈ പ്രിയ ഹരിപ്രസാദ് എന്ന് സെർച്ച് ചെയ്തൊന്ന് പഠിക്കാൻ നോക്കാം. ഞാനത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം അഡ്വാൻറ്റേജസ് ആണല്ലോ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ് ആണ് എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. അത് ആർക്കുണ്ട്? ഈ ഡോമിനന്റ് ലീഡർക്കുണ്ട് അല്ലെ. അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിരിക്കും. ലാർജ് ഫേം ആയതുകൊണ്ട് തന്നെ, കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്നതുകൊണ്ട് തന്നെ ടെക്നോളജി എങ്ങനെയായിരിക്കും? അഡ്വാൻസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയെല്ലാം ഉള്ള ഫേം ആയിരിക്കും ഇവിടെ ഡോമിനന്റ് ഫേം എന്ന് പറയുന്നത്, ഡോമിനന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ അതിനൊരു ലീഡർഷിപ്പ് റോള് ഉണ്ടാവും. ഓക്കെ, ലാർജ് സൈസ് ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും, മാർക്കറ്റ് ഷെയർ കൂടുതലായിരിക്കും, എക്കോണമീസ് ഓഫ് സ്കെയിൽ കൂടുതലായിരിക്കും, അഡ്വാൻറ്റേജസ് അല്ലെ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ് അത് കൂടുതലായിരിക്കും. ദെൻ അതേപോലെ അഡ്വാൻസ്ഡ് ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ എല്ലാ സവിശേഷതകൾ ഉള്ള ഫേം ആയിരിക്കും ആരെന്ന് പറയുന്നത്? ഡോമിനന്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലീഡർ ഫേം എന്ന് പറയുന്നത്. ആ ഫേമിന് മാത്രമേ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ളവര് അത് ഫോളോ ചെയ്യണം. അപ്പൊ ഒരു എഗ്രിമെന്റ് അവർ സൈൻ ചെയ്യും. മനസ്സിലായോ? അപ്പൊ ആരാണ് ലീഡർ ഫേം എന്ന് തെരഞ്ഞെടുക്കും. തമ്മിൽ ആരാണ് ലാർജ് ഫേം, നേരത്തെ ഇൻഡസ്ട്രിയിൽ എൻ്റർ ചെയ്തത് ആരാണ്, മാർക്കറ്റ് ഷെയർ കൂടുതൽ ആരാണ്, എല്ലാം നോക്കിയിട്ട് സെലക്ട് ചെയ്യും. ഒരു ഫോർമൽ എഗ്രിമെന്റ് സൈൻ ചെയ്യും. ആ ലീഡർ ഫേം പ്രൈസ് ഫിക്സ് ചെയ്യും, മറ്റുള്ളവർ അത് ഫോളോ ചെയ്യും. ആ ഫീച്ചർ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ടുഗെദർ പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം എഗ്രിമെന്റ് ഈസ് ഫോർമൽ ഇൻ നേച്ചർ. മിക്കവാറും എഗ്രിമെന്റ് ഫോർമൽ ഇൻ നേച്ചർ ആയിരിക്കും. മനസ്സിലായോ? ചില ചെറിയ ഇൻഡസ്ട്രി, ചെറിയ ഒരു ഇതിലൊക്കെ ചിലപ്പോൾ ഫോർമൽ അല്ലാത്ത എഗ്രിമെന്റ്സിനും സാധ്യതയുണ്ട്. പക്ഷെ മിക്കവാറും എന്തിനാണ് സാധ്യതയുള്ളത്? ഫോർമൽ ആയിട്ടുള്ള എഗ്രിമെന്റിനാണ് സാധ്യതയുള്ളത്. ഇറ്റ് ഈസ് അസ്യൂംഡ് ടു സ്റ്റെബിലൈസ് പ്രൈസ് ആൻഡ് മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ. പ്രൈസ് ഡിസിപ്ലിൻ, അതായത് എന്തിനാണ്? പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാനും പ്രൈസ് ഡിസിപ്ലിൻ ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് ഈ പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് എമേർജ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് എമേർജ് ചെയ്തത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ അല്ലെ, വില സ്ഥിരതാക്കാൻ. ഓരോ ഫേം അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ പ്രൈസ് ഇങ്ങനെ കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥിരത ഇല്ലല്ലോ. ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനും ഒരു ഡിസിപ്ലിൻ, പ്രൈസിംഗിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവാൻ വേണ്ടി അല്ലെ. ഡിസിപ്ലിൻ പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു അച്ചടക്കം അല്ലെ പ്രൈസിംഗിൽ. അപ്പൊ നമ്മൾ തോന്നിയ വില ഫിക്സ് ചെയ്യരുതല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് കൺസെപ്റ്റ് എമേർജ് ചെയ്തിരിക്കുന്നത്? ഈ പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എമേർജ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് അസ്യൂംഡ് ടു സ്റ്റെബിലൈസ് പ്രൈസ് ആൻഡ് മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ. എന്തിനുള്ള ഡിസിപ്ലിൻ? പ്രൈസിംഗിലുള്ള ഡിസിപ്ലിൻ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ പ്രൈസ് ലീഡർഷിപ്പ് ആയതുകൊണ്ട് പ്രൈസിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഔട്ട്പുട്ടും സെറ്റ് ചെയ്യാനുള്ള അവകാശം ശരിക്കും പറഞ്ഞാൽ ഈ ഡോമിനന്റ് ഫേമിനുണ്ട്. ഔട്ട്പുട്ട് ഓരോ ഫേമും ഇത്ര ഔട്ട്പുട്ട് ഒന്നും കൂടെ സെറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും കൂടെ ഉണ്ട് കേട്ടോ അതിനകത്ത്. അതും കൂടെ എഴുതിയാൽ കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് അസംഷൻസ് നോക്കാം. ഈ പ്രൈസ് ലീഡർഷിപ്പിന്റെ അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് അസംഷൻസ് ഉണ്ട്, എന്നാലേ അത് ശരിയാവുകയുള്ളൂ. ഓക്കെ, then when the number of organizations are small, നമ്പർ ഓഫ് ഓർഗനൈസേഷൻ സ്മോൾ ആയിരിക്കണം. ലാർജ് നമ്പർ ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് പ്രൈസ് ലീഡർഷിപ്പും കൊണ്ടുപോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഫ്യൂ ആയിരിക്കണം അല്ലെ. കുറച്ച് ഫേംസ് ഉണ്ടെങ്കിൽ അവിടെ പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പോസിബിൾ ആണ്. അതർവൈസ് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഗോട്ട് ഇറ്റ്? ഓക്കെ, then നെക്സ്റ്റ് വൺ, റെസ്ട്രിക്ഷൻ ഓഫ് ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. ഏത് മാർക്കറ്റിലാണോ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ഉള്ളത് അവിടെ പറ്റുള്ളൂ അല്ലെ. അതായത് എപ്പോഴും വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും പ്രവേശിക്കാം. അങ്ങനെയുള്ള മാർക്കറ്റ് ഫോംസിലൊന്നും ഒരിക്കലും എന്ത് കഴിയില്ല? പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് പോസിബിൾ അല്ല. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഹോമോജീനിയസ് പ്രോഡക്ട്സ് ഹോമോജീനിയസ് ആയിരിക്കണം എങ്കിൽ അല്ലെ. ഹോമോജീനിയസ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്ന ഫേംസ് തമ്മിൽ ഈ അഗ്രിമെന്റിൽ സൈൻ ചെയ്യാൻ പറ്റുള്ളൂ. പല തരത്തിലുള്ള പ്രോഡക്ട്സും ബന്ധമില്ലാത്ത പ്രോഡക്ട്സ് അതൊന്നും പറ്റില്ല. മനസ്സിലായോ? പ്രോഡക്ട്സ് ഹോമോജീനിയസ് ആയിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഡിമാൻഡ് ഈസ് ഇൻഇലാസ്റ്റിക് ഓർ ലെസ് ഇലാസ്റ്റിക്. ഡിമാൻഡ് ഇവിടെ ഇൻഇലാസ്റ്റിക് ആണ് അല്ലെങ്കിൽ ലെസ് ഇലാസ്റ്റിക് ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. മനസ്സിലായോ? ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആണ് അല്ലെങ്കിൽ ലെസ് ഇലാസ്റ്റിക് ആണ് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. മനസ്സിലായോ? ബട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ചേഞ്ച് എവിടെ വരുന്നില്ല, ഡിമാൻഡിൽ വരുന്നില്ല എന്നാണ് അസ്യൂം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, സിമിലർ കോസ്റ്റ് കർവ്സ് സിമിലർ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. പക്ഷെ എല്ലാ ഫേംസിനും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇവിടെ അസംഷൻ, പ്രൈസ് ലീഡർഷിപ്പിന്റെ അസംഷൻ എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് കർവ്സ് സിമിലർ ആയിരിക്കണം, എല്ലാ ഫേംസിന്റെയും കോസ്റ്റ് സെയിം ആയിരിക്കണം എന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ എന്തൊക്കെയാണ് അസംഷൻസ്. ദ നമ്പർ ഓഫ് ഓർഗനൈസേഷൻസ് ആർ സ്മോൾ. ഓർഗനൈസേഷൻസിന്റെ നമ്പർ സ്മോൾ ആയിരിക്കണം, ലിമിറ്റഡ് ആയിരിക്കണം. ദെൻ റെസ്ട്രിക്ഷൻ ഓഫ് ഫ്രീഡം ഓഫ് എൻട്രി എക്സിറ്റ് ഉണ്ടാവണം അല്ലെ. റെസ്ട്രിക്ഷൻ ഉണ്ടാവണം, അല്ലാതെ എപ്പോഴും ആർക്ക് വേണമെങ്കിലും പ്രവേശിക്കാൻ പുറത്തു പോകുക അങ്ങനെ ഒരു മാർക്കറ്റ് ഫോമിലൊന്നും ഇത് പോസിബിൾ ആവില്ല അല്ലെ. ഹോമോജീനിയസ് പ്രോഡക്ട്സ് ആയിരിക്കണം, ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആയിരിക്കും അല്ലെങ്കിൽ ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. ദെൻ സിമിലർ കോസ്റ്റ് കർവ്സ് ആണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. കോസ്റ്റ് കർവ്സ് എല്ലാവർക്കും സിമിലർ ആണ്, സെയിം ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. മനസ്സിലായല്ലോ അസംഷൻസ്? ഇനി നമുക്ക് ടൈപ്സ് പഠിക്കാം. 3 ടൈപ്സിലുള്ള പ്രൈസ് ലീഡർഷിപ്പ് ഉണ്ട്. ഓക്കെ, എത്രയുണ്ട്? 3 ഉണ്ട് അല്ലോ. 3.
ഫസ്റ്റ് വൺ ഡോമിനന്റ് ലീഡർഷിപ്പ്. എന്താണ് ഡോമിനന്റ് പ്രൈസ് ലീഡർഷിപ്പ്? എന്താണ് ഡോമിനന്റ് പ്രൈസ് ലീഡർഷിപ്പ്? ഫസ്റ്റ് ടൈപ്പ്. ഓക്കെ, നോക്കിക്കോളൂ. ഇതില് ഡോമിനന്റ് ഫേം, ഒരു ഫേം ആരായിരിക്കും? ഡോമിനന്റ് ഫേം ആയിരിക്കും. ഡോമിനന്റ് ഓർഗനൈസേഷൻ ആണ്, ആൾക്ക് ഒരു മൊണോപ്പൊളി പവർ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ആ ഡോമിനൻസിന് കാരണം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? മാർക്കറ്റ് ഷെയർ കൂടുതലായിരിക്കാം, നേരത്തെ മാർക്കറ്റിൽ എൻട്രി ചെയ്ത ആളായിരിക്കാം, ലാർജ് സൈസ് ആയിരിക്കും ഓർഗനൈസേഷൻ, അല്ലെ? എക്കോണമീസ് ഓഫ് സ്കെയിൽ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ പ്രത്യേകതയുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി, അങ്ങനെയൊക്കെ പ്രത്യേകതയുള്ള ഒരാള് ഡോമിനന്റ് ഫേം ആയിട്ട് തിരഞ്ഞെടുക്കുന്നു. ഇതൊരു പ്രത്യേക ടൈപ്പ് ആയിട്ടുള്ള ഒരു ആദ്യത്തെ ടൈപ്പാണിത്. ഇതാണ് ഡോമിനന്റ് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരാളെ ഡോമിനന്റ് ഫേം ആയിട്ട് തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം ആ ഡോമിനന്റ് ഫേം പ്രൈസ് ഫിക്സ് ചെയ്യും, മറ്റുള്ളവർ ഫോളോ ചെയ്യണം. അതേഴ്സ് കനോട്ട് ഇൻഫ്ലുവൻസ് ദ പ്രൈസ്. മറ്റുള്ളവർക്ക് പ്രൈസിനെ സ്വാധീനിക്കാൻ ഒരിക്കലും കഴിയില്ല. ഈ ഡോമിനന്റ് ഫേം എന്ത് പറയുന്നു അത് ഫിക്സ് ചെയ്യണം, അത് ഫോളോ ചെയ്യണം. ഇവർ ഡിക്ലെയർ ചെയ്യുന്ന പ്രൈസ് മറ്റുള്ളവർ ഫോളോ ചെയ്യണം. അതേഴ്സ് കനോട്ട് ഇൻഫ്ലുവൻസ്. മറ്റുള്ളവർക്ക് വിലയെ സ്വാധീനിക്കാൻ കഴിയില്ല. മനസ്സിലായല്ലോ? ദെൻ പാർഷ്യൽ മൊണോപ്പൊളി. ഇവിടെ ഒരു പാർഷ്യൽ മൊണോപ്പൊളി പവർ ആർക്കുണ്ട്? ഈ ഡോമിനന്റ് ഫേമിനുണ്ട്. കാരണം ഈ ഡോമിനന്റ് ഫേമിന്റെ പ്രോഡക്ട്സ് ആയിരിക്കും കൂടുതൽ വിൽക്കുന്നത്. ആളുടെ ഇഷ്ടത്തിന്, ആളുടെ കോസ്റ്റ് എല്ലാം അനുസരിച്ചിട്ട് എന്ത് ചെയ്യും? പ്രൈസ് സെറ്റ് ചെയ്യും. മനസ്സിലാവുണ്ടോ? മറ്റുള്ളവർ എന്ത് ചെയ്യണം? അത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? ഒരു മൊണോപ്പൊളി, പാർഷ്യൽ ആയിട്ടുള്ള ഒരു മൊണോപ്പൊളി പവർ ഇതിനകത്ത് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പിൽ ഞാൻ എന്താ പറഞ്ഞത്? ഡോമിനന്റ് പ്രൈസ് ലീഡർഷിപ്പ് ആണ്. എങ്ങനെയാണ് ആ ഡോമിനന്റ് ഇത് കൊടുക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഒരു ഫേം ഡോമിനന്റ് ഓർഗനൈസേഷൻ ആയിട്ട് അവിടെ ആക്ട് ചെയ്യും. മറ്റുള്ളവർ അത് ഫോളോ ചെയ്യണം. ഒരു പാർഷ്യൽ മൊണോപ്പൊളി പവർ ഉണ്ട്. ആ ഫേം, ഈ ഡോമിനന്റ് ഫേം പ്രൈസ് ഫിക്സ് ചെയ്യും, അത് എന്ത് ചെയ്യും? ഡിക്ലെയർ ചെയ്യും. മറ്റുള്ളവർ ഫോളോ ചെയ്യണം. മറ്റുള്ളവർക്ക് അതേഴ്സ് കനോട്ട് ഇൻഫ്ലുവൻസ് ദ പ്രൈസ്. മറ്റുള്ളവർക്ക് പ്രൈസ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ, സ്വാധീനിക്കാൻ കഴിയില്ല. മനസ്സിലായോ? അതാണ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു പാർഷ്യൽ മൊണോപ്പൊളി പവർ ഉണ്ട്. അതിന്റെ കാരണങ്ങളും കൂടെ നിങ്ങൾ എഴുതുക, അല്ലെ? ലാർജ് സൈസ്, മാർക്കറ്റ് ഷെയർ കൂടുതൽ, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഇയാൾ ഡോമിനന്റ് ആവുകയാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി സെക്കൻഡ് ടൈപ്പ് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ്. സെക്കൻഡ് ടൈപ്പ് എന്താണ്? ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ്. ഓക്കെ, ഇത് സിമ്പിൾ ഈ ഷോർട്ട് നോട്ടിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, അത് ഓർത്ത് വെക്കാം. Then one firm declares that change in prices at first and assumes that the other organization would accept it. ഒരു ഫേം, ലീഡർ ഒന്നുമില്ല, ഒരു ഫേം വേഗം ഫസ്റ്റ് പ്രൈസ് ഡിക്ലെയർ ചെയ്യും. പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇത്രയാണെന്ന് ഡിക്ലെയർ ചെയ്യും. അപ്പൊ ആ ഫേം വിചാരിക്കുകയാണ് മറ്റുള്ള ഫേംസ് അത് എന്ത് ചെയ്യുമെന്ന്, അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. അതാണ് ഒരു ബാരോമെട്രിക് ആയിട്ടുള്ള ഒരു പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു ഫേം എന്ത് ചെയ്യും? ആദ്യം പ്രൈസ് ഫിക്സ് ചെയ്യും. അപ്പൊ ആരാണോ ഔട്ട്പുട്ടും ഈ സംഭവങ്ങളൊക്കെ പ്രൊഡക്ഷൻ പ്രോസസ് എല്ലാം ഫിനിഷ് ചെയ്തത്, അവരാദ്യം ഇത് പ്രൈസ് ഡിക്ലെയർ ചെയ്യും. അപ്പൊ എന്നിട്ട് ഇവർ അസ്യൂം ചെയ്യുന്നത് എന്താണ്? അതേഴ്സ് വിൽ ഫോളോ, അല്ലെ? അതേഴ്സ് എന്ത് ചെയ്യും? ഫോളോ ചെയ്യും. നമ്മൾ പറഞ്ഞ ഈ പ്രൈസ് മറ്റുള്ളവർ ഫോളോ ചെയ്യുന്നത് അസ്യൂം ചെയ്യാണ്. ദെൻ നോട്ട് എ ലീഡർ. അദ്ദേഹം ഒരു ലീഡർ ആയിരിക്കില്ല. അതേപോലെ തന്നെ ഡസ് നോട്ട് ഡോമിനേറ്റ് അതേഴ്സ്. മറ്റുള്ളവരെ ഡോമിനേറ്റ് ചെയ്യാനുള്ള കഴിവും അത്രയും മാർക്കറ്റ് ഷെയർ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പ്രൊഡക്ഷൻ പ്രോസസ് എല്ലാം ഫിനിഷ് ചെയ്ത് വേഗം എന്താ ചെയ്യാണ്? പ്രൈസ് ഡിക്ലെയർ ചെയ്യുന്നു. മറ്റുള്ളവർ അത് ഫോളോ ചെയ്യുമെന്ന് അസ്യൂം ചെയ്യുന്നു. അത് ചിലപ്പോൾ ഫോളോ ചെയ്യാം, ചെയ്യാതിരിക്കാം. അങ്ങനെ രണ്ട് സിറ്റുവേഷൻ അതിനകത്ത് വരും. അപ്പം ഇങ്ങനെ ഒരു പ്രൈസ് ലീഡർഷിപ്പിനെയാണ് ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പില് ലീഡർ ഫേം അങ്ങനെയൊന്നും ഇല്ല. ഈ ഗ്രൂപ്പ് കുറച്ച് ഫേംസ് ഉണ്ടാവുമല്ലോ, അതിനകത്ത് ഒരു ഫേം ഫസ്റ്റ് എന്ത് ഡിക്ലെയർ ചെയ്യും? ആദ്യം പ്രൈസ് ഡിക്ലെയർ ചെയ്യും. എന്നിട്ട് അസ്യൂം ദാറ്റ് അതർ ഫേംസ് വിൽ ഫോളോ ഇറ്റ്. മറ്റുള്ളവർ ഇത് ഫോളോ ചെയ്യുമെന്ന് അസ്യൂം ചെയ്യുന്നു. ചിലപ്പോൾ മറ്റുള്ളവർ അതേഴ്സ് വിൽ ഫോളോ ഓർ നോട്ട് ഫോളോ, അല്ലെ? മറ്റുള്ളവർ ഫോളോ ചെയ്യാം, ഓർ ദേ വിൽ നോട്ട് ഫോളോ. രണ്ടിനുള്ള ചാൻസ് ഉണ്ട്, അല്ലെ? അവർ ചിലപ്പോൾ ഫോളോ ചെയ്യാതെയും ഇരിക്കാം. മനസ്സിലായോ? അപ്പം ഇവിടെ ലീഡറോ അല്ലെങ്കിൽ ഡോമിനേഷൻ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, എന്താ പറയുന്നത്? നോട്ട് എ ലീഡർ, ലീഡറും അല്ല, ഡസ് നോട്ട് ഡോമിനേറ്റ് അതേഴ്സ്, മറ്റുള്ളവർ ഡോമിനേറ്റ് ചെയ്യുകയും അല്ല. അപ്പം ആരാണോ പ്രൊഡക്ഷൻ പ്രോസസ്സും എല്ലാം ഫിനിഷ് ചെയ്ത് ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത് അവർ ഡിക്ലെയർ ചെയ്യുന്നു. ചിലർ ഫോളോ ചെയ്യും, ഫോളോ ചെയ്യാതെയും ഇരിക്കാം. അതാണ് എന്തെന്ന് പറയുന്നത്? ഈ ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഞാൻ തേർഡ് ടൈപ്പ്, അഗ്രസീവ് ലീഡർഷിപ്പ്. തേർഡ് ടൈപ്പ് ഏതാണ്? അഗ്രസീവ് പ്രൈസ് ലീഡർഷിപ്പ്. ഓക്കെ, ദാൻ സുപ്രീമസി ബൈ ത്രട്ടനിങ് അതേഴ്സ്. അത് ഭയങ്കര ആയിട്ടുള്ള ഒരു പ്രൈസ് ലീഡർഷിപ്പ് ആണ്, അല്ലെ? സുപ്രീമസി നേടിയെടുക്കുക എന്ന് വെച്ചാൽ മറ്റുള്ള ഫേംസിൽ നിന്ന് ഞാനാണ് ബെസ്റ്റ് എന്ന് നേടിയെടുക്കുക. എങ്ങനെയാണ്? ത്രട്ടനിങ്, ബൈ ത്രട്ടനിങ്, ഭീഷണിപ്പെടുത്തിക്കൊണ്ട്. ഓക്കെ, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നേടിയെടുത്ത പ്രൈസ് ലീഡർഷിപ്പ് അങ്ങനെയുണ്ട് മാർക്കറ്റിൽ, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പം അതാണ് എന്തെന്ന് പറയുന്നത്?
ദെൻ അഗ്രസീവ് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം അഗ്രസീവ് പ്രൈസ് ലീഡർഷിപ്പിനകത്ത് ഒരു ഫേം സുപ്രീമസി നേടിയെടുക്കുകയാണ്, ഞാൻ ലീഡറാണെന്ന് ആ ഒരു ലീഡർഷിപ്പ് നേടിയെടുക്കുകയാണ്. എങ്ങനെയാണ് നേടിയെടുക്കുന്നത്? ബൈ ത്രട്ടനിങ് അതേഴ്സ്, ഭീഷണിപ്പെടുത്തിക്കൊണ്ട്. എന്നിട്ട് ഇവര് പ്രൈസ് ഫിക്സ് ചെയ്യും. മറ്റുള്ളവരോട് പറയാണ് യു ഹാവ് ടു ഫോളോ, അല്ലെ, ആ പ്രൈസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അങ്ങനെ പറയുന്ന ഒരു പ്രൈസ് ലീഡർഷിപ്പ് ആണ് എന്തെന്ന് പറയുന്നത്? അഗ്രസീവ് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അഗ്രസീവ് പ്രൈസ് ലീഡർഷിപ്പിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീമസി ബൈ ത്രട്ടനിങ് അതേഴ്സ്, സുപ്രീമസി നേടിയെടുക്കുക, ലീഡർഷിപ്പ് നേടിയെടുക്കുക ബൈ ത്രട്ടനിങ് അതേഴ്സ്, മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്. എന്നിട്ട് ഇവര് പ്രൈസ് ഫിക്സ് ചെയ്യും, മറ്റുള്ളവരെ ഫോളോ ചെയ്യാൻ നിർബന്ധിക്കുക. അതാണ് എന്തെന്ന് പറയുന്നത്? അഗ്രസീവ് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ 3 അപ്പൊ നമ്മുടെ ശരിക്കും കോമൺ ആയിട്ട് ഉള്ളത് ഏതാണെന്ന് അറിയാമല്ലോ? ആദ്യത്തെ പ്രൈസ് ലീഡർഷിപ്പ് ആണ് മിക്കവാറും ഉള്ളത്, ഡോമിനന്റ് പ്രൈസ് ലീഡർഷിപ്പ്. ഇതൊക്കെ ഈ ശരിക്കും റൂൾസ് അനുസരിച്ചിട്ട് ഒരാൾ ലീഡർ ഫേം ആയിട്ട് ഫിക്സ് ചെയ്തിട്ട് അവര് പ്രൈസ് ഫിക്സ് ചെയ്യും. അതാണ് ശരിക്കും ഉള്ളത്. പക്ഷെ 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, കൂടുതലായിട്ടുള്ളത് ഇതാണ് കേട്ടോ. പോസിബിലിറ്റി ഇതിനാണുള്ളത്. ഓക്കെ, അപ്പൊ ഡോമിനന്റ്, ബാരോമെട്രിക്, അതേപോലെ തന്നെ അഗ്രസീവ്. ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. റിപ്പീറ്റ് ചെയ്തൊന്ന് കേൾക്കാം. നെക്സ്റ്റ് വൺ, ഇനി പ്രൈസ് ലീഡർഷിപ്പിന്റെ ഒരു ഡയഗ്രാം കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞാൽ അതിന്റെ ലിമിറ്റേഷൻസ്, അത്രയേ ഉള്ളൂ. അപ്പൊ നോക്കിക്കോളൂ. ഡയഗ്രത്തില് ഇതെന്താണ്? ദ ഫിഗർ ഷോസ് ദ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് പ്രൈസ് ലീഡർഷിപ്പ് അണ്ടർ ഒലിഗോപ്പൊളി. ഒലിഗോപ്പൊളിയിലുള്ള പ്രൈസ് ലീഡർഷിപ്പ് ആണ് ഇവിടെ കാണിക്കുന്നത്, ഈ ഡയഗ്രത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇൻ ദിസ് ഡയഗ്രാം എക്സ് ആക്സിസ് റെപ്രസെന്റ്സ് വാട്ട് ഈസ് ഔട്ട്പുട്ട് ആൻഡ് വൈ ആക്സിസ് റെപ്രസെന്റ്സ് പ്രൈസ്. ഓക്കെ, എക്സ് ആക്സിസിൽ ഔട്ട്പുട്ടും വൈ ആക്സിസിൽ പ്രൈസും ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ MR എന്ന് പറയുന്നത് മാർജിനൽ റവന്യൂ കർവ് ആണ്, DD എന്ന് പറയുന്നത് ഡിമാൻഡ് കർവ് ആണ്. കോമൺ ആണ് അല്ലെ? ഇവിടെ അസ്യൂം ചെയ്യുന്നത് 2 firms. There are only 2 firms in the market. 2 firms ഉണ്ടെന്നാണ് അസ്യൂം ചെയ്യുന്നത്, ഫേം A ആൻഡ് ഫേം B. ഫേം A ആൻഡ് ഫേം B, അങ്ങനെ 2 firms ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. MCB എന്ന് പറയുന്നത് ഫേം ബിയുടെ മാർജിനൽ കോസ്റ്റ് കർവും MCA എന്ന് പറയുന്നത് ഫേം എയുടെ മാർജിനൽ കോസ്റ്റ് കർവും. ഫേം എക്ക് കോസ്റ്റ് കുറവും ഫേം ബിക്ക് കോസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഫേം ബിയുടെ മാർജിനൽ കോസ്റ്റ് കർവ് മുകളിലോട്ടും ഫേം എയുടെ മാർജിനൽ കോസ്റ്റ് കർവ് താഴോട്ടും വന്നത്. മനസ്സിലായോ? നമ്മളിവിടെ അസംഷനിൽ പറഞ്ഞു സെയിം കോസ്റ്റ് കർവാന്നൊക്കെ, പക്ഷെ ഞാൻ പറഞ്ഞത് അസംഷൻ മാത്രമാണ്. എല്ലാ ഫേംസിനും അങ്ങനെ കോസ്റ്റ് സെയിം ആവണമെന്ന് ഇല്ല. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കോളൂ. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്താ പറഞ്ഞ? ഔട്ട്പുട്ട് ആണ് എക്സ് ആക്സിൽ, വൈ ആക്സിൽ പ്രൈസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. DD ഡിമാൻഡ് കർവ് ആണ്, MR മാർജിനൽ റവന്യൂ കർവ്. അത് 2 ഫേംസിനും കോമൺ ആയിട്ടുള്ള മാർജിനൽ റവന്യൂ കർവും ഡിമാൻഡ് കർവും ആണ്. എത്ര ഫേംസ് ഉണ്ട്? ഹൗ മെനി ഫേംസ് ആർ ദർ? ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് 2 ഫേംസ്, A ആൻഡ് B, എയും ബിയും. എയുടെ മാർജിനൽ കോസ്റ്റ് കർവ് ഇത്, ബിയുടെ മാർജിനൽ കോസ്റ്റ് കർവ് ഇത്. ഇതുവരെ മനസ്സിലായല്ലോ? ഇനി നോക്കിക്കോളൂ. ഇവിടെ നമുക്കറിയാം MC MR ഈക്വൽ ആകുമ്പോഴാണ് പ്രൈസ് ഫിക്സ് ചെയ്യുക, ആണല്ലോ? ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. ഇതാ ഇവിടെ MC MR ഈക്വൽ ആവുന്നു. ഇതാ ഈ MC കർവ് ഓഫ് A ഈ MR കർവിൽ ഇവിടെ ടച്ച് ചെയ്യുന്നു. അവിടെ വെച്ചിട്ട് ആര് പ്രൈസ് ഫിക്സ് ചെയ്യുന്നു? ആര്? ഫേം A പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. ശരിയാണല്ലോ? MC ഓഫ് A ഇതാണ്. അപ്പൊ MC ഓഫ് A എവിടെയാണ് MR നെ ടച്ച് ചെയ്യുന്നത്? ഇവിടെ. അവിടെ വെച്ചിട്ട് OP പ്രൈസ്, OP എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പ്രൈസ് ആര് ഫിക്സ് ചെയ്യുന്നു? ഫേം A ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, ഔട്ട്പുട്ട് എത്രയാണ്? OQ ക്വാണ്ടിറ്റി. ഔട്ട്പുട്ട് എത്രയാണ്? OQ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ ഫേം എയുടെ ഔട്ട്പുട്ട് OQ ആണ്, പ്രൈസ് OP ആണ്. പ്രൈസ് എവിടെ ഫിക്സ് ചെയ്യുന്നു? ഫേം എയുടെ MC കർവ് MR കർവിനെ എവിടെ ടച്ച് ചെയ്യുന്നു അവിടെ വെച്ച് പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. അതാണ് OP പ്രൈസ്, ക്വാണ്ടിറ്റി OQ. ആരുടെ? A എന്ന് പറയുന്ന ഫേമിന്റെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഇനി എന്താണ്? ഫേം B. ഫേം ബിയുടെ മാർജിനൽ കോസ്റ്റ് കർവ് ഇതാണ്. അത് ആ മാർജിനൽ കോസ്റ്റ് കർവ് ടച്ച് ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ വെച്ചിട്ട് ഫേം ബി എന്ത് ചെയ്യുന്നു? പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. ആ പ്രൈസ് എന്താണ്? P1. P1 എന്ന് പറയുന്ന പ്രൈസ് ആണ്. മനസ്സിലായോ? ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് OQ1 ആണ്. ഓക്കെ, അപ്പം ഈ ഫേം ബിക്ക് കോസ്റ്റ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അവരുടെ പ്രൈസ് എന്താണ്? മുകളിലോട്ട് പോയിട്ടുണ്ട്. ഫേം ബിക്ക് കോസ്റ്റ് കൂടുതലാണ്, അതുകൊണ്ട് പ്രൈസ് മുകളിലോട്ടാണ് പോയിരിക്കുന്നത്. കാരണം ഫേം എയുടെ OP പ്രൈസിനേക്കാളും കൂടുതലാണ് OP1 പ്രൈസ് എന്ന് പറയുന്നത്, ആണല്ലോ? അപ്പം ഈ പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഫേം A എന്താണ് ഫിക്സ് ചെയ്യുന്നത്? ഈ OP പ്രൈസ്. ആ പ്രൈസ് ആരോട് ഫോളോ ചെയ്യാൻ പറയും? ഫേം ബിയുടെ അടുത്ത് ഫോളോ ചെയ്യാൻ പറയും. കാരണം അവിടെ പ്രൈസ് കൂടാൻ കാരണം എന്താ? കോസ്റ്റ് കൂടുതലായതുകൊണ്ട്, ആണല്ലോ? അപ്പൊ ഫേം A അതിനേക്കാളും കൂടുതൽ എമൗണ്ട് കോസ്റ്റ് കുറവിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് ആരിവിടെ ആര് ലീഡർ ആയിരിക്കും ഇവിടെ? ഫേം A എന്ന് വെച്ചാൽ കൂടുതൽ ഔട്ട്പുട്ട് കുറഞ്ഞ കോസ്റ്റില് ഫിക്സ് ചെയ്ത് കുറഞ്ഞ വിലക്കാണ് വിൽക്കുന്നത്. ആര്?
ഫേം എ. അതുകൊണ്ട് ഇവിടെ ആരായിരിക്കും ഓട്ടോമാറ്റിക്കലി ലീഡർ എന്ന് പറയുന്നത്? ഫേം എ. ഈ ഫേം എ ഫിക്സ് ചെയ്യുന്ന ഈ OP എന്ന് പറയുന്ന പ്രൈസ് ആരും ഫോളോ ചെയ്യേണ്ടി വരും? ഫേം ബിയും ഫോളോ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ അതിന് കോസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ആര് നടത്തേണ്ടി വരും? ഫേം ബി അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തേണ്ടി വരും. മനസ്സിലായല്ലോ? അപ്പൊ രണ്ട് ഫേംസ് എയും ബിയും, എയുടെ MC കർവ് ഇത്, ബിയുടെ MC കർവ് ഇത്. എ ഇവിടെ വെച്ച് പ്രൈസ് ഫിക്സ് ചെയ്യുന്നു എന്ന് വെച്ചാൽ MCMR ഈക്വൽ ആവുന്നു. OP പ്രൈസ് ഫിക്സ് ചെയ്തു. ഓക്കെ, OQ ക്വാണ്ടിറ്റി, ഓക്കെ, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു. ഫേം ബിയുടെ കോസ്റ്റ് കൂടുതലാണ്, അതുകൊണ്ടാണ് മുകളിലോട്ട് വന്നിരിക്കുന്നത്. അപ്പം എന്താ ചെയ്തത്? ഫേം ബി എന്ത് ചെയ്തു? പ്രൈസ് ഇവിടെ ഫിക്സ് ചെയ്തു. OP1 അത് എന്തിനേക്കാളും കൂടുതലാണ്? OP യേക്കാളും കൂടുതലാണ്, എയുടെ പ്രൈസിനേക്കാളും കൂടുതലാണ്, ക്വാണ്ടിറ്റി ഒട്ട് കുറവാണ് അല്ലെ. പക്ഷെ അപ്പൊ അതുകൊണ്ട് അത് അനുവദിക്കുന്നില്ല. അപ്പൊ എന്താ ചെയ്യുന്നത്? കൂടുതൽ ക്വാണ്ടിറ്റി കുറഞ്ഞ പ്രൈസിന്, കുറഞ്ഞ ഇതിന് പ്രൊഡ്യൂസ് ചെയ്ത, കുറഞ്ഞ കോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കുറഞ്ഞ വില ഫിക്സ് ചെയ്ത എ എന്ന് പറയുന്ന ഫേം ഇവിടെ ഓട്ടോമാറ്റിക്കലി ലീഡർ ആവുകയാണ്. ആ എ ഫിക്സ് ചെയ്യുന്ന OP പ്രൈസ് ഫോളോ ചെയ്യാൻ ആര് നിർബന്ധിതരാവുകയാണ്? ആര്? ഫേം ബി നിർബന്ധിതരാവുകയാണ്. കാരണം അത് ചെയ്തേ പറ്റൂ. കാരണം എന്നിട്ട് കോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. മനസ്സിലായോ? കാരണം സെയിം പ്രോഡക്റ്റ്, ഐഡന്റിക്കൽ പ്രോഡക്റ്റ് ആണല്ലോ, ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണല്ലോ. സെയിം പ്രോഡക്റ്റ് കൂടുതൽ അളവ് കുറഞ്ഞ കോസ്റ്റിന് പ്രൊഡ്യൂസ് ചെയ്ത് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ ഫേം എക്ക് കഴിയുമ്പോൾ എന്തുകൊണ്ട് ബിക്ക് കഴിയുന്നില്ല? അപ്പൊ ബി ഹാസ് ടു ഫോളോ. ബി എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ആരുടെ പ്രൈസ്? എയുടെ പ്രൈസ് ഫോളോ ചെയ്യണം. മനസ്സിലായല്ലോ? ഇതാണ് എന്തെന്ന് പറയുന്നത്? പ്രൈസ് ലീഡർഷിപ്പ് അണ്ടർ ഒലിഗോപ്പൊളി എന്ന് പറയുന്നത്. അപ്പൊ ഡയഗ്രാം കൂടെ ഒന്ന് നന്നായിട്ട് പഠിക്കുക. അതേപോലെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ നോട്ടിലൊന്ന് എഴുതി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഈ പ്രൈസ് ലീഡർഷിപ്പിന് ലിമിറ്റേഷൻസ് ഉണ്ടാവും. കാരണം മാർക്കറ്റില് ഇങ്ങനെ ഒരു ചില മാർക്കറ്റ് ഫോമില് ചില കൺസെപ്റ്റ് ആരും സമ്മതിക്കില്ല. ഡോമിനന്റ് ഫോം ആണെന്ന് പറഞ്ഞ ലീഡർഷിപ്പ് ആരും ആർക്കും കൊടുക്കില്ല. എഗ്രിമെന്റിൽ സൈൻ ചെയ്യാൻ തയ്യാറാവില്ല. അതേപോലെ ത്രട്ടനിങ്ങും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റിൽ ഒരുപാട് പ്രോബ്ലംസ് വരുന്നു. അതേപോലെ ഈ കോസ്റ്റ് കർവ് എന്ന് പറയുന്ന, കോസ്റ്റ് എന്ന് പറയുന്ന എല്ലാവർക്കും ഒരേ കോസ്റ്റ് ഫോളോ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത് വലിയൊരു ലിമിറ്റേഷൻ ആണ് അല്ലെ. അപ്പം ഇങ്ങനത്തെ കുറെ ലിമിറ്റേഷൻസ് ആർക്കുണ്ട്? ഈ പ്രൈസ് ലീഡർഷിപ്പിന് ഉണ്ട്. അതും കൂടെ essay ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ എഴുതണം. ലിമിറ്റേഷൻസ് എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാ എന്താണ് പറയേണ്ടത്? പ്രോഡക്ട്സ് ഐഡന്റിക്കൽ ആയിരിക്കണം എന്നില്ല. അതേപോലെ ഡോമിനന്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു നമുക്ക് പറയാൻ അല്ലെ, ഒരു അസ്യൂം ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണ്. എന്താന്ന് വെച്ചാൽ എല്ലാവരും അത് സമ്മതിക്കില്ല അല്ലെ. എല്ലാ ഫേംസും അത് അനുവദിച്ചാലല്ലേ, എഗ്രിമെന്റിൽ സൈൻ ചെയ്താലല്ലേ അത് ഇതാവുള്ളൂ. ചില ഫേംസ് എഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്നില്ല അല്ലെ. സം ഫേംസ് വിൽ നോട്ട് സൈൻ ഇൻ ദ എഗ്രിമെന്റ്. എഗ്രിമെന്റിൽ സം ഫേംസ് സൈൻ ചെയ്യില്ല. അതേപോലെ സം ഫേംസ് വിൽ നോട്ട് ഫോളോ ദ പ്രൈസ് ഫിക്സഡ് ബൈ ദ ലീഡർ ഫേം. മറ്റുള്ള ചില ഫേംസ് ഫോളോ ചെയ്യാൻ തയ്യാറാവില്ല. മനസ്സിലായോ? ഓക്കെ, പിന്നെന്താണ്? അപ്പം അതേപോലെ കാര്യങ്ങൾ നമുക്ക് എഴുതാം. മനസ്സിലായി? അതേപോലെ കോസ്റ്റ് കർവ്സ്, കോസ്റ്റ് എല്ലാവർക്കും ഈക്വൽ ആണെന്ന് ഇവിടെ അസ്യൂം ചെയ്യുന്നത് തെറ്റാണ്. കാരണം പലർക്കും പല കോസ്റ്റ് ആയിട്ട് വരാം. അപ്പം ഇങ്ങനെ നമ്മൾ അസംഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്രിട്ടിസൈസ് ചെയ്ത് നിങ്ങൾക്ക് ലിമിറ്റേഷനിൽ എഴുതണം. യു ഹാവ് ടു റൈറ്റ്. ഓക്കെ, നിങ്ങൾ അത് എഴുതണം. ഓക്കെ, അപ്പം അത്രയും കഴിഞ്ഞാൽ പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ടോപ്പിക് കംപ്ലീറ്റ് ആയി. ഈ മെയിൻ എയിം പ്രൈസ് ലീഡർഷിപ്പിന്റെ എന്താണെന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ് സ്റ്റെബിലിറ്റിയും വിലയിൽ ഒരു ഡിസിപ്ലിനും ഉണ്ടാക്കാൻ വേണ്ടി അവേർഡ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണെന്ന്. മനസ്സിലായല്ലോ? അപ്പം ഇത്രയും കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ട് നല്ലോണം പഠിക്കാനായിട്ട് ശ്രമിക്കാം. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാൻ ട്രൈ ടു ഫോളോ മൈ ചാനൽ. എല്ലാവരും കാണാൻ ശ്രമിക്കാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു. താങ്ക്സ് അലോട്ട്. ടേക്ക് കെയർ. ബൈ.